വ്ളോഗ് എടുക്കാൻ പോവാണ്. അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എത്രവട്ട ലേക്കിലോട്ടാണ് വ്ളോഗ് എടുക്കാനായിട്ട്. വ്ളോഗ് എടുക്കാൻ പോവാണ്. അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എത്രവട്ട ലേക്കിലോട്ടാണ് വ്ളോഗ് എടുക്കാനായിട്ട്. ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോ ഇൻസ്റ്റാ 360 വാങ്ങിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിനും പിന്നെ വ്ളോഗിങ് ഇവിടെ വെച്ച് തുടങ്ങാമെന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ ചുറ്റുമുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്ത് അങ്ങനെ നമുക്ക് വേറെ പുതിയ സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. സോ ആദ്യം വന്നിട്ടുള്ളതെന്ന് പറയുന്നത് എസറഗട്ട ലേക്ക്. ഇതാണ് എസറഗട്ട ലേക്ക്. ഇവിടെ കന്നഡ സിനിമ, ഒരു കിരിക് പാർട്ടി എന്ന് പറയുന്ന കന്നഡ സിനിമ ഒരെണ്ണം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് എസറഗട്ട ലേക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ എസറഗട്ട ലേക്ക് എന്ന് പറയുന്നത് 1894 നിർമ്മിച്ചതാണ്. ഈ കാണുന്ന വെള്ളമൊക്കെ കണ്ടില്ലേ, ഇതെന്ന് പറയണത് അർക്കാവതി എന്ന് പറയുന്ന ഒരു റിവറിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സംഭവം നിർമ്മിച്ചിരിക്കുന്നത് 1894 ബാംഗ്ലൂരിൽ ഭയങ്കര വരൾച്ചയായിരുന്നു. എവിടെയും വെള്ളമില്ല, മഴയില്ല, ഭയങ്കര വരൾച്ചയായിരുന്നു. ആ സമയത്ത് ആൾക്കാർക്ക് വെള്ളം കിട്ടാനായിട്ട് അപ്പോഴത്തെ മൈസൂർ ഫോർമർ ദീവാൻ ഓഫ് ശ്രീ ശേഷാദ്രി അയ്യർ നിർമ്മിച്ചതാണിത്. ചീഫ് എഞ്ചിനീയർ MC ഹച്ചിൻ അവരുടെ നേതൃത്വത്തിലാണ് ഈ ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വെള്ളം കിട്ടാനായിട്ട് ഈ അർക്കാവതി എന്ന് പറയുന്ന റിവറിനെ ക്രോസ് ചെയ്തിട്ട് ഇത് വലിയൊരു ലേക്കിനെ നിർമ്മിച്ചു വെച്ചത്. സോ അതാണിത്. സോ കാണാൻ അടിപൊളിയല്ലേ, നല്ല രസമാണ് കാണാൻ, അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഈ കാണുന്ന സ്ഥലം മൊത്തം എന്ന് പറയുന്നത് 1000 ഏക്കർ പെടുന്ന ഒരു സ്ഥലമാണ്. ഇതിലെന്ന് പറയണത് ഒരു 300 ഏക്കർ എന്ന് പറയണത് ഇതിൻ്റെ അപ്പുറത്ത് ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഗ്രാസ് ലാൻഡിലോട്ട് ഒരു 300 ഏക്കർ സ്ഥലം പെടും. ബാക്കി 700 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ഈ ലേക്കിനായിട്ട് ഉള്ള സ്ഥലമാണ്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് മൊത്തം 1000 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ കുറേ പേര് ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. ഇവിടെ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ മഴ പെയ്ത് ഇപ്പുറത്തോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് വെള്ളം പോകത്തില്ല എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയണത് ഇത് മൊത്തം വെള്ളം നിറഞ്ഞ് നല്ലോണം മഴ പെയ്ത് ഇത്രയും വെള്ളം വന്ന് എക്സസ് വാട്ടർ ആയി എന്ന് പറഞ്ഞാൽ അത് എക്സസ് വാട്ടറിനെ പുറത്തേക്ക് തള്ളാനായിട്ട് ഡോക്ടർ സർ വിശ്വേശ്വരയ്യ അവർ ഇവിടെ ഒരു ഷിഫൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ബാക്കിൽ കണ്ടിട്ടുണ്ടാവും, നടന്നു വരുന്ന സമയത്ത് ബാക്കിൽ കണ്ടിട്ടുണ്ടാവും. സോ ആ ഷിഫൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും. എന്നുവെച്ചാൽ എക്സസ് വാട്ടർ ഈ ലേക്കിനെ താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ വാട്ടർ ഇവിടെ സ്റ്റോർഡ് ആയി എന്ന് പറഞ്ഞാൽ ആ സർജൻ വിശ്വേശ്വരയ്യ അവർ നിർമ്മിച്ച് വെച്ച ആ ഷിഫൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും. സോ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് എക്സസ് വാട്ടറൊക്കെ പുറത്തോട്ട് പോകും. സോ അങ്ങനത്തെ ഒരു നല്ല അടിപൊളി ടെക്നോളജിയോടെയാണ് ഈ ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സോ കൊള്ളാം. നിങ്ങൾ ഈവനിങ് ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം നടക്കാനും പിന്നെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനും മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ടാണ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു അറൗണ്ട് 18 to 35 കിലോമീറ്റർ ചുറ്റളവ്
ആ റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റും. സോ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ എസറഗട്ട ലേക്ക് എന്ന് അടിച്ചാൽ മതി, കറക്റ്റ് ലൊക്കേഷനായിട്ട് കാണിക്കും. കാണുന്നത് മറ്റേ ഇതാണ് +1 +2 ഞാൻ പഠിച്ചത് സ്കൂളുണ്ട്. സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഞാൻ +1 +2 പഠിച്ചത്. ഇതിന്റെ ഹൈറ്റ് കൂട്ടിയിട്ടോ ഈ പാലത്തിന്റെ ഹൈറ്റ് കൂട്ടി. ഇത് ഒരു പ്രാവശ്യം നല്ല മഴയൊക്കെ ആയ സമയത്തില്ലേ, നല്ല മഴയായിരുന്നു, ഇത് മൊത്തം നിറഞ്ഞ് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. ഇത് കണ്ട അവിടേക്കൊക്കെ കയറി വെള്ളം. ഇത് കണ്ട ഈ ഹൈറ്റ് കണ്ട, ഇവിടം വരെ വെള്ളമായിരുന്നു. ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവിടം വരെ കയറി ഫുള്ളായിട്ട് വെള്ളം കയറി നിൽക്കുമായിരുന്നു. ഇതൊക്കെ അങ്ങനെ നിർമ്മിച്ചതാണ് വെള്ളം കടത്തി വിടാനായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വെള്ളമായിരുന്നു, നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ മഴയില്ലാണ്ടായിട്ട് ഇങ്ങനെ കുറഞ്ഞതാണ്. ഇതിന്റെ അപ്പുറത്ത് നിന്ന് വളഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ പോവാം. പക്ഷെ അവിടെ പോയി എന്ന് പറഞ്ഞാൽ പോലീസുകാർ പ്രശ്നമാക്കും. പോലീസുകാർ കണ്ടു കഴിഞ്ഞു പറഞ്ഞാൽ അപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റും. അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയാൽ അവിടെ നിന്ന് മീൻ പിടിക്കാനൊക്കെ പറ്റും. മീൻ പിടിക്കാൻ പറ്റിയ നല്ല സ്ഥലമൊക്കെയാണ്. അപ്പൊ ഇതാണ് എസറഗട്ട ലേക്ക്. ഇറങ്ങിക്കോ, എന്തെല്ലാം നമുക്ക് വീട്ടിൽ കിടാലോ വീണോ. അല്ല അവിടേക്ക് ഇറങ്ങണം, ഇവിടം വരെ ഇറങ്ങിയാൽ മതി. ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ നിന്ന് കയറാം, അവിടെ നിന്ന് കയറാം. ഇറങ്ങിയ ഇവിടെ നിന്നപ്പോ ഞാൻ കൈ കൊടുത്ത് കയറേണ്ടി വരും. ഒരാൾ കയറേണ്ടി വരും, അല്ലാണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്യാമറ കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല, കുറെ പേരൊക്കെ എണീറ്റ് പോയി. ഒരാള് മാത്രം അവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള കപ്പിൾസൊക്കെ ക്യാമറ കണ്ടിട്ടാണെന്ന് അറിയില്ല എണീറ്റ് പോയിട്ടുണ്ട്. ಆರಾಮ್ ಏನ್ ಈ ಕಡೆ ಏನ್ ಕೆಲ್ಸಕ್ಕೆ ಹೋಗ್ತಿದ್ಯಾ? ಹೌದೇನು? ಆರಾಮ? ಹುಡುಗರೆಲ್ಲ ಸಿಗ್ತಾರೇನು? ശരി ബർലാ. ശരി. ഇപ്പം എന്ന് പറയുന്നത് അവിടെ എസറഗട്ട കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയർ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവനായിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്തപ്പോൾ കണ്ട് സംസാരിച്ച് ഇങ്ങനെ വന്നു. പഴക്കമുള്ള മരമാണ്, ഇത്രയും വലുതും അതിൻ്റെ വണ്ണം കണ്ട നല്ല പഴക്കമുള്ള മരമാണ്. കൊള്ളാം എന്തായാലും. പക്ഷെ ഇവിടേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് അറിഞ്ഞത്. അതാണ് നമുക്ക് നേരെ ബൈക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തായിരുന്നു. ഇവിടെ നിർത്തിയിട്ടും കാര്യം ക്യാമറ ഉണ്ടല്ലോ. എന്തുകൊണ്ടെന്നറിയോ, ഇതെന്ന് പറയാൻ മറ്റേ സദാചാരം കൂടിയിട്ടാണ് ഈ ക്യാമറ ഒക്കെ വെച്ചിറക്കണത്. ഓരോ പോസ്റ്റിൽ ഇങ്ങനെ ക്യാമറയും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചത്. പോലീസുകാർ കംപ്ലൈന്റ് ചെയ്ത്, ഇവിടുത്തെ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്ത് ഭയങ്കര വിഷയമാക്കിയിട്ടാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ച് ക്യാമറ ഒക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ചത്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, താനെ ഉണ്ടായത് ആരും വൃത്തിയാക്കാത്തതുകൊണ്ട് കൊണ്ടുപോയി വെച്ചതാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മറന്നു. ലേക്കിൻ്റെ ഉള്ളിലോട്ട് വന്നു. നമുക്ക് ലേക്കിൽ കുറച്ച് കാലിലെ വെള്ളമൊക്കെ ആക്കി കൈയൊക്കെ നനച്ചിട്ടൊക്കെ അവർക്ക് മീൻ കിട്ടി തോന്നുന്നു കേട്ടോ. കവറിലൊക്കെ കൊണ്ടുപോണ്ട് ഇവിടെ മീന് ചൂണ്ടിട്ട് പിടിക്കുന്നുണ്ട്. ഓ അവര് പോയിറക്കണ കണ്ടോ, ആ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് നേരെ വെള്ളത്തേക്ക് പോവാം. അങ്ങോട്ട് പോ. മറ്റേ കോഴി, താറാക്കോഴി ഇവിടെ. താറാക്കോഴിയാ? ആ അതേല്ലേ, മരത്തിന്റെ അവിടെ അല്ലേ. ഇപ്പൊ കുഴി പോയേനെ. താറാക്കോഴിനെ നോക്കിട്ട് ഞാൻ ഇപ്പൊ കുഴി പോയേനെ.
നല്ല രസമുണ്ടല്ലേ? വെള്ളം തിളങ്ങണല്ലേ? തിളങ്ങി അതിന്റെ നടുക്കിൽ കൂടെ രണ്ട് താറാവ് ഏതാ ഭയങ്കര ഇതല്ല. സൺസെറ്റിന്റെ സമയത്ത് വരുമ്പോണ്ടല്ലോ ഇതാ കാണുന്ന അമ്പലം ഇല്ലേ, ഈ സൂര്യൻ ഇങ്ങനെ വന്നിട്ട് ആ അമ്പലത്തിന്റെ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ താഴോട്ട് പോകും. നല്ല രസമായിരിക്കും സൺസെറ്റ് സമയത്ത് കാണുകയാണെങ്കിൽ. കുറച്ച് നമ്മൾ അപ്പുറമൊക്കെ കുറച്ച് നടന്നു പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ മരങ്ങളില്ലേ, ഇതുപോലെ കുറേ ഉണങ്ങിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് അവിടെ. അവിടെ നിന്നിട്ട് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂ കാണാൻ പറ്റും സൺസെറ്റ് സമയത്ത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ ലേക്കിന്റെ അടുത്തോട്ട് വരാൻ പാടില്ല, പ്രോഹിബിറ്റഡ് ആണ്. പോലീസുകാർ കണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ചീത്ത പറയും, തിരിച്ച് കയറി പോകാൻ പറയും. കാരണം ഇതിന്റെ അകത്തോട്ട് വരാൻ പാടില്ല, അത് പ്രോഹിബിറ്റഡ് ആണ്. കാരണം ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കളയുക, അങ്ങനെ കവറൊക്കെ കളയുക, ഇവിടെയൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ കളയുക. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നോക്കിയാൽ കുറേ വേസ്റ്റും കവറൊക്കെ കാണും. അപ്പോൾ അത് അങ്ങനെ ചെയ്യണതുകൊണ്ട് ഇതിന്റെ അകത്തോട്ട്, ഇവിടെ ലേക്കിന്റെ അടുത്തോട്ട് വരാൻ പാടില്ല, അത് പ്രോഹിബിറ്റഡ് ആണ്. നോട്ട് ദ പോയിന്റ്. നമുക്ക് അവിടെ പോവാം. അവിടെ ഒരു നല്ലൊരു കാഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് തിരിച്ചു വരാം. അവിടെ കൂടുണ്ട അത് പരിമിതി. ബേർഡ്സ് വാച്ചിങ് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് കുറേ പക്ഷികൾ വരും ഇവിടെ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ടും, ബേർഡ്സിന്റെ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ടും, പിന്നെ ഈ മറ്റേ എന്താ പറയൂല, അഴുവിന്റെ എന്താ പറയുക, അഴുവ നശിക്കാനായിട്ട് നിൽക്കുന്ന കുറെ ബേർഡ്സുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറെ ബേർഡ്സ്, വംശനാശം. വംശനാശം, ആ സംഭവം നടക്കാനായിട്ട് നിൽക്കുന്ന കുറെ ബേർഡ്സ് ഒക്കെ ഇവിടെ സീസൺ ടൈമിൽ വന്നു പോകാറുണ്ട്. റിസർവ് ഫോറസ്റ്റ് ആണ് എന്ന് പറയുന്നത്, മറ്റേ ഗ്രാസ്ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ അതേപോലെ തന്നെ ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ 1-2 പേര് അവിടെ പോയി നിന്ന് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അപ്പം ഞാൻ അവരെ വിശ്വസിച്ചിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞ് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വരുന്നു, ഇവിടെ ഒന്നും നശിപ്പിക്കുന്നില്ലല്ലോ. നമ്മൾ വരുന്നു, വീഡിയോ എടുക്കുന്നു. ചേട്ടാ ഇതൊക്കെ ഇത് കാണാൻ ഒരു ഹാർട്ട് ഷേപ്പിലില്ലേ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ്. സോ ദിസ് ഈസ് ഹെസറഗട്ട ലേക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അടിപൊളിയാണ്. വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ബാംഗ്ലൂർ ചുറ്റുവട്ടത്ത് ആരെങ്കിലും മലയാളീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അമോൺ ഓൾവേസ് വെൽക്കം ടു വിസിറ്റ്. വരിക, കാണുക, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക, പോവുക. മെയിനായിട്ട് ഉച്ച സമയത്ത് വരല്ല, ഞാൻ പറയുന്നത് മെയിനായിട്ട് ഉച്ച സമയത്ത് വരല്ല, ഈവനിങ് ടൈമിൽ വരിക. ഈവനിങ് ടൈം വന്നാൽ അവിടെ നല്ലൊരു സൺസെറ്റ് കാണാം. അമ്പലത്തിന്റെ ബാക്കിൽ നല്ലൊരു സൺസെറ്റ് കാണാം. സൺസെറ്റ് കണ്ട് എൻജോയ് ചെയ്ത് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ചേട്ടൻ വരില്ല? ആ ഇവിടെ മറ്റേ ബീർ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാ. ചെരുപ്പിടാണ്ട് വന്നാൽ ചിലപ്പോ കാല് കുത്താൻ സാധ്യതയുണ്ട്. കാല് നനയ്ക്കാന്നില്ല. അവിടെ വരെ പോയിച്ചാ ഞാൻ ഒന്നുകൂടെ വരാം. ഇത്രയും പേര് വന്നല്ലേ, അതിന് കാല് നനച്ചു ആദ്യശേഷിക്കും കൂടി ഒന്ന് പോയി തരാം. പരിന്ത് വേണ്ട, തലയിൽ കുത്തും. അത് നമ്മളെ തന്നെ നോക്കിട്ട് പോണേ, അറിഞ്ഞൂടാ, നമ്മളെ തന്നെ നോക്കിട്ട് വന്നത്. കറക്റ്റ് ഹാർട്ട് ഷേപ്പില്ലേ? ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഇതാവണായിരുന്നു ഇല്ലേ? ഇവിടെ കുറച്ചും കൂടി ഒരു വി ഷേപ്പ് വന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹാർട്ട് ഷേപ്പാണ്. എന്റെ കുടല് മീനെ എന്ത് പമ്പാണോ? എന്താ ചെയ്യണമെന്ന് അവനെ പോലും അറിയില്ല. അവൻ എന്തൊക്കെയോ ചെയ്തു. ഒരു വ്ളോഗർ ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ്. സൂപ്പർ. പുല്ലാണ്, വെള്ളത്തിൽ വരുന്ന പുല്ലാണ്. എന്ത് പുല്ലാന്നറിയില്ല, അറിയണവർ കമന്റ് ചെയ്യും. അത് എനിക്ക് മനസ്സിലായി. വെള്ളത്തിലുള്ള
പക്ഷെ അറിയണവര് കമന്റ് അവിടെ ഒരു പരുന്തും ഇരിക്കുന്നുണ്ട്. മറ്റേ കാനോണിന്റെ ക്യാമറ എടുത്തിട്ട് വന്നാണ് പരുന്തും ഇതുമായിട്ട് ഫോട്ടോ എടുക്കാൻ ഒറ്റ നാളെ എന്നാലും കൊണ്ട് എടുക്കാം. ഇത് നല്ല നല്ല ഭംഗിയിൽ കാണുമായിരുന്നു കേട്ടോ മറ്റേ ക്യാമറ. ഇനി എവിടെ പോകണമെങ്കിലും 4 ക്യാമറ എല്ലാത്തിലും പക്ഷെ ശരിക്കും സൺസെറ്റില് നമ്മുടെ ഈ കൂടും ആ പരുന്തടി നിന്ന് കാണപ്പെട്ടിട്ടോ. ആ സൂര്യൻ ആ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ നമ്മള് സൺസെറ്റ് വരെ നിൽക്കുന്നില്ല. ഈ ഗ്യാപ്പിൽ കാര്യം വെച്ച് പറയാൻ മതി. ഇവിടെ വെച്ച് മണലിന്റെ ഈ ഗ്യാപ്പിൽ കാര്യം ചിലപ്പോ പാമ്പാ അടിക്കും രീതി പോണുണ്ടോ ഈ ചൂണ്ടവള്ളിയുടെ അവിടെ? എസർഘട്ട ലേക്കിൻ്റെ നദിയുടെ ഈ ഇവിടോട്ട് വെള്ളം വരുന്ന ഈ നദിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് നന്ദിബെട്ടായിരിക്കും. നന്ദി ഹിൽസ്, ചിക്കബള്ളാപുരത്തിലുള്ള നന്ദി ഹിൽസിലാണ് ഈ നദിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വെള്ളം വരുന്ന ഈ നദിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഈ മൊത്തം എന്ന് പറയുന്നത് 1110 ഏക്കർ സ്ഥലമുണ്ടെന്ന് ഞാൻ വരുമ്പോൾ ആ ബോർഡിൽ കണ്ടതാണ്. സോ അത്രയും ചുറ്റളവിലുള്ള ഒരു ലേക്കാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ശേഷാദ്രി അയ്യർ മാത്രമല്ല മൈസൂർ ഒടയർ, ശ്രീ കൃഷ്ണരാജ ഒടയർ, പിന്നെ 2-3 പേര്, പിന്നെ ശേഷാദ്രി അയ്യർ, ഇവരുടെയൊക്കെ ഒരു നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ ബോർഡ് കണ്ടപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ ഇതെന്ന് പറയുന്നത് 74 കിലോമീറ്റർ സറൗണ്ടിങ് ഉണ്ടെന്ന് പറയുന്നു വെള്ളത്തിൻ്റെ മാത്രമായിട്ട്. പക്ഷേ ഇത് ടോട്ടൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1110 ഏക്കർ സ്ഥലമുണ്ട്. സോ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യില്ല. ഇത് ഇവിടുത്തെ ഒരു ലേക്കാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് വാക്കിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലവും അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങളും വരുവാണെന്നുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ വന്ന് കുറച്ച് നേരം നിൽക്കാം, നടക്കാം, വാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. സോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നേരത്തെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്, വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ നോക്കാം, ബാക്കിൽ ഒരു ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളും ക്രിക്കറ്റ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും വരില്ലേ. പോലീസ് കണ്ട പറയും ഇവിടെ നിന്ന് ഇറക്കി വിടും. ഒരു ലോക്കൽസ് ആയതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നു മാത്രം. സോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മളവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അവിടെ ആകുമ്പോൾ പിന്നെയും കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പുറത്ത് സൂര്യൻ വെളിച്ചം അടിച്ചതും ഇതൊക്കെ ആയിട്ട്. ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ അത്ര മൊത്തം വെറും മരങ്ങൾ നിറഞ്ഞു നിൽക്കുക. അത് വെള്ളത്തിലായതുകൊണ്ട് നല്ലോണം ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് ഓപ്പോസിറ്റിലായിരുന്നു അവിടെ നിന്ന് വീഡിയോ എടുത്തത്. സോ അവിടെ നിന്ന് കാണിച്ച സ്ഥലമാണ് അത് നേരെ ഓപ്പോസിറ്റിലോട്ട് വരാമെന്ന് പറഞ്ഞു. സോ ഇത്രേ ഉള്ളൂ എസർഘട്ടയിലേക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം കൂടിയുണ്ട്. സോ അതും കൂടി കാണിച്ചു തരാം. നൃത്യാഗ്രാം എന്ന് പറയും. സോ അതും കൂടി കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടായിരിക്കും. ഓക്കെ, ഈ സംഭവം എന്താണെന്നറിയോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെള്ളത്തിൽ നിന്നാണ് സാധനമാണ്. അങ്ങനെ ഇങ്ങനെ നീണ്ടിട്ട് നിൽക്കുന്ന സാധനമില്ലേ, മറ്റേ സോസേജ് പോലെ. ആ സാധനം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പിതുക്കിയെന്ന് പറഞ്ഞാൽ പഞ്ഞി പോലെ വരും. പറിക്കാൻ പറ്റുമോ നോക്കട്ടെ, 1-2 എണ്ണം കിട്ടുകയാണെങ്കിൽ പറിച്ചിട്ട് വരാം. പഞ്ഞി പോലെ വരേണ്ടതാണ്, പക്ഷേ ഇത് ഉണങ്ങിയിട്ടില്ല. ഇത് കണ്ട, ഇത് കണ്ട എന്താ സുലി മേത്തോട്ടാവും. സോ ഇതിങ്ങനെ വന്നോണ്ടിരിക്കും. ഒരെണ്ണം ഫുള്ളായിട്ട് പറിക്കാൻ കിട്ടുമോ നോക്കട്ടെ. തോന്നുന്നില്ല. ഇതൊന്നും പിടിച്ച കടിക്കും.
അവിടെ നേരത്തെ ആൾക്കാർ ചൂണ്ടിരുന്നു. ഒരെണ്ണം കിട്ടി. അവസാനം കടിച്ചിട്ട് 2 കൊണ്ടു. കൊള്ളാട്ടാ. ഇതുണ്ടോ നല്ല രസമില്ലേ? ഇതിങ്ങനെ വന്നോണ്ടേയിരിക്കും. വായിലെ കൊട്ടി. ഇതുണ്ടോ കണ്ടോ? നല്ലോണം ആണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് ഇങ്ങനെ പിടിച്ചങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ പാല് വീഴുന്ന പോലെ ഉണ്ട്. കണ്ടോ? മൂക്കിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നത് നല്ല രസമുണ്ട്. കണ്ടോ? ഇത് കണ്ടോ? മൂക്കിലൊക്കെ കയറും. നല്ല രസമില്ലേ? നോക്കിയേ, വെള്ളം വീഴുന്ന പോലെ. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. മുഖം നോക്കിയേ, മുഖം കണ്ട? മുഖത്ത് മൊത്തം ഇല്ലേ, മൂക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിക്കും, ലങ്സിൽ കയറും. സോ ഭയങ്കര ഡേഞ്ചറസ് ആണ് സംഭവം. ഇത് നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇനി നിത്യഗ്രാം കാണിക്കുന്നു. നിത്യഗ്രാം കണ്ടിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നൈസ് കളറ്. The sun is shining bright like a colorful aurora. It paints the world in hues of സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഇറങ്ങുന്നില്ല. അപ്പോൾ ഇതാണ് നിത്യഗ്രാം. സോ നൃത്യഗ്രാം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുട്ടിറാമുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടൊക്കെ പോയിട്ട് 1 ഡേ സ്റ്റേ, ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. നൃത്യഗ്രാം എങ്ങനെയാണെന്ന് അറിയില്ല, കുട്ടിഗ്രാമിൽ കിട്ടും. സോ ഇപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിത്യഗ്രാമത്തിൻ്റെ അകത്തോട്ട് എൻട്രി ഉണ്ടോയെന്നറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വ്ളോഗായിട്ടിടാം. ബട്ട് കുട്ടിഗ്രാമിൽ എന്തായാലും ഇതുണ്ട്, സ്റ്റേ ഉണ്ട്, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ബുക്ക് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടിഗ്രാമിലോട്ട് വരാം. സോ അപ്പോൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടാം. സോ എനിവേ ഇത് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.